അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാപ്പനീസ് കുക്കുഡാമയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. കുക്കുഡാമ ആർട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ പേര് കുറച്ച് സെറ്റപ്പല്ലേ, അടിപൊളി പേരാണ് കുക്കുഡാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തോ നമുക്ക് ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജാപ്പനീസ് കുക്കുഡാമയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, അറിയില്ലാത്തവർ ഇപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്തായി സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് സമയങ്ങളെ നേരെ വീഡിയോയിൽ പോകാം. ഗെറ്റ് സ്റ്റാർട്ടഡ്. എന്നുള്ള പേര് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്ന പോലെ, കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവാണ് ഈ സംഭവം. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ജപ്പാനിലൊക്കെ ഭയങ്കര പ്രചാരത്തിലുള്ളൊരു സംഭവമാണ് ഈ കുക്കുഡാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ ഒരു ആചാരം, അവരുടെ കൾച്ചറിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ്. ഭൂമിയെ നമ്മുടെ ഭൂമിയായിട്ടാണ് അവർ ആ ബോൾ സങ്കല്പിക്കുന്നത്. അത് അവരുടെ ഇൻഡോർ വീടിനകത്തേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതൊക്കെ അവരുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമൊക്കെയാണ് ഈ സംഭവം. എന്തായാലും സംഭവം അടിപൊളിയാണ്, ചെയ്യാനാണെങ്കിൽ വളരെ എളുപ്പമാണ് കുക്കുഡാമ എന്നുള്ളത്. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തോ ഒരു സാധനമാണെന്ന് വിചാരിക്കേണ്ട, ഈസിയാണ് നമുക്ക് ചെയ്യാൻ. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയുള്ള സിമ്പിളായിട്ടുള്ള സംഭവങ്ങൾ. കുക്കുഡാമ ഉണ്ടാക്കാനായിട്ട് ആയതിന് നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ പായലാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിലേക്കിടയൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ പായൽ. എവിടെയെങ്കിലും ഇങ്ങനെ പഴയൊരു ഇങ്ങനെ മഴയൊക്കെ നനഞ്ഞ് ചെറിയ ഈർപ്പമൊക്കെ ഉള്ളിടത്താണ് ഈ സാധനം കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ പലതരം പായലുണ്ടാവും. കുക്കുഡാമ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല പായലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പായലാണ്. കുറച്ച് കട്ടിയാണ് ആ സംഭവം. നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കുക, ഒന്ന് പൊതിഞ്ഞെടുക്കാനൊക്കെ ആയിട്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരും വീടിൻ്റെ പരിസരത്തൊക്കെ കാണും. നിങ്ങളപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആയെന്നില്ല ഇത് നമ്മൾ നന്നായിട്ട് നമ്മൾ ഒന്ന് പൊട്ടിപ്പോകാതെ നമ്മൾ വേരോടുകൂടി ഒന്ന് പറിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ പണ്ടത്തെ കലിങ്കിലൊക്കെ സുലഭമായിട്ട് കാണുന്ന സംഭവമാണ്. അപ്പോൾ അതെടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചട്ടകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ഫുള്ള് വേരോടുകൂടി പറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ അങ്ങ് ചെയ്തിട്ട് പൊക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മൾ പോരും ആ സാധനം. ഇതുണ്ട്, ഈസി ആയിട്ട് പോരും സംഭവം. അപ്പോൾ നമ്മളത് എടുത്ത് വെക്കാനായിട്ടൊരു സാധനം പ്ലേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കട്ടിയായിട്ടുള്ള എടുക്കും. ഇങ്ങനെ കട്ടിയുള്ള പായൽ ഇങ്ങനെ എടുക്കാനായിട്ട് ട്രൈ ചെയ്യണം. എന്നാലാണ് അത്ര ഇതായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ കട്ടിയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ എടുക്കാനായിട്ട് ട്രൈ ചെയ്യണം. എന്നാലാണ് ഈസി ആയിട്ട് ചുറ്റും നമുക്ക് റോൾ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഓരോന്നും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇരിക്കുന്ന പോലെ തോന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ കുക്കുഡാമയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം കളക്ട് ചെയ്ത പായലും ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യം പിന്നെ ചകിരിച്ചോറ് ആവശ്യമുണ്ട്. ഇത് ചകിരിച്ചോറായിട്ടുള്ള, അല്ലെങ്കിൽ അതില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ചകിരി പൊളിച്ചെടുത്താലും മതി. പിന്നെ നമുക്ക് മണ്ണ് ആവശ്യമുണ്ട്, മേൽമണ്ണും പിന്നെ ബാക്കി പകുതി മേൽമണ്ണും പകുതി ചാണകപ്പൊടിയും കൂടിയാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ഒരു കോട്ടൻ്റെ ഇത്രയുള്ള ഒരു തുണിയുണ്ട്. പിന്നെ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ആ ചെടി ഫുള്ളായിട്ട് അത് വേരോടുകൂടി വേണം. കഴിവതും അധികം വേരില്ലാത്ത ചെടി എടുക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. ഒത്തിരി പേരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇതിപ്പോൾ ഒരു വർഷത്തേക്കൊക്കെ ഈ സുഖമായിട്ട് ഈ സംഭവം ഇരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചകിരിച്ചോറും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഇൻഡോറായിട്ട് വീടിനകത്ത് തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണിത്. ഒരു വർഷമൊക്കെ കേടുകൂടാണ്ട് ഈസി ആയിട്ടിരിക്കും ഈ സാധനം. പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒന്നൊക്കെ നനച്ചു കൊടുത്താൽ മതി. നമ്മുടെ ഈ പായൽ പുറമേ ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് എപ്പോഴും അതിനകത്ത് ഈർപ്പം തങ്ങി നിന്നാൽ ചെടിക്ക് ഒരു കുഴപ്പമില്ല. ചെടിക്ക് നമ്മൾ പ്രത്യേകമായിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചകിരിച്ചോറ് അധികമാകാണ്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ
ഇതങ്ങ് പോകും, പിന്നെ ചകിരിച്ചോറ് മാത്രമായി പോകും. അങ്ങനെ ആവരുത്. നമ്മൾ മണ്ണും കൂടെ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇത്രയും മതി നമുക്ക്. അത്രയും അധികം കുറച്ചും കൂടി വലുതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബോൾ വലുതാക്കാം. എനിക്കിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റാക്കി, എന്നിട്ട് പിന്നെ നമ്മൾ ചെടി നടാനായിട്ട് പതുക്കെ ഒന്നിങ്ങനെ പൊളിക്കണം. ഇങ്ങനെയായിട്ട് നമ്മൾ വേരോട് കൂടിയാണ് ചെടി വെക്കേണ്ടത്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങനെ കുറ്റിമുല്ലയാണ് എടുത്തിരിക്കുന്നത്. ഇച്ചിരി വേര് കൂടുതല, എന്നാലും കുഴപ്പമില്ല. ഇത് ബോൺസായി പോലെ വെട്ടി നിർത്താൻ വേണ്ടിയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും ആ ചെടി വെച്ച ശേഷം ഒന്നുകൂടി ഒന്ന് ബോളാക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ബോളായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചാണകമൊക്കെ ആർക്കും കൈകൊണ്ട് പിടിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൗ ഇട്ട് ചെയ്താൽ മതി. ഗ്ലൗസ് ഇട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് ആവശ്യം വേണ്ടത് ഒരു കോട്ടൻ്റെ തുണിയാണ്. ഇതൊന്ന് ഫുള്ളായിട്ട് നമ്മളൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ വെള്ളമൊക്കെ നനച്ച് കഴിഞ്ഞാൽ പോവരുതല്ലോ ചീത്തയായിട്ട്, അതിന് വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ എന്നിട്ട് ഈ ബോൾ നമ്മൾ ഫുള്ള് കവർ ചെയ്തെടുക്കുന്നു ഈ തുണി വെച്ച്. ഇത് ചെറിയ തുണി കൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കിഴി കിട്ടിയെടുക്കുക. അന്നേരം ഇത്ര ബോളിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമുക്ക് വേണ്ട ഒരു സാധനമാണ് നൂല്. ഇതിപ്പോൾ അഴിഞ്ഞു കൊണ്ടിരിക്കാൻ വേണ്ടി പതുക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. പതുക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഏത് കളർ നൂലായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അത് പുറത്തേക്ക് കാണാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനത്തെ നൂല്. നമുക്ക് ആ പായൽ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ചെറിയ പായൽ വെച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അധികം വലിയ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ഇതായിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. പതുക്കെ ഒന്ന് ആ പായലൊന്നും പോവാത്ത വിധത്തിലൊന്ന് കെട്ടിക്കൊടുത്തേച്ചാൽ മതി. മാക്സിമം ചെറിയ ചെറിയ പീസ് വയ്ക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. അതാണെങ്കിൽ നമുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് തോന്നും. അല്ലെങ്കിൽ കുറച്ചൊക്കെ വിട്ടിരിക്കും. നമ്മുടെ കൊക്കോഡാമയുടെ പണി കഴിഞ്ഞു ഏകദേശം. ഇപ്പോൾ നമ്മളിനിയിപ്പോൾ ഇതിനകത്ത് ചുമ്മാ നനച്ചു കൊടുത്താൽ മാത്രമേ നമ്മളിപ്പോൾ ഇത് കഴുകണം. ഇതിനകത്ത് എങ്ങനെയാണ് നനയ്ക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നെങ്കിൽ സ്പ്രേയർ ഉപയോഗിച്ച് നനയ്ക്കുക, അല്ലെങ്കിൽ ആഴ്ചയിലൊന്ന് ഇങ്ങനെ പിടിച്ചിട്ട് വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കുക. അത്രയും മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെ ഇത് ഈസി ആയിട്ട് ഒരു വർഷത്തിന് മേളിലൊക്കെ നിൽക്കും. ഒരു കുഴപ്പവും കൂടാതെ ഒരു വർഷം അതിനധികമൊക്കെ സംഭവം നിൽക്കും. നിങ്ങൾക്ക് ഇത് ഹാങ് ചെയ്തോ അല്ലാതെ നമുക്ക് തൂക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ കൊക്കോഡാമ. നിങ്ങൾക്ക് ഏത് ചെടി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്.
എല്ലാവർക്കും ഇന്നത്തെ ഈ കൊക്കുടാമ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ഇടാനും പിന്നെ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഉടനെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് നമ്മൾ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.